ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ലേസും വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടും അതേപോലെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാനായിട്ടും ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടും കഞ്ഞിയുടെ ഒപ്പം കഴിക്കാനായിട്ടും ഒക്കെ എന്തിൻ്റെ ഒപ്പവും കോമ്പിനേഷനായ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പതപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളകൊന്ന് ചതച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൂന്നാമത് ചേർക്കുന്ന ചേരുവയ്ക്ക് അത്യാവശ്യം നല്ല ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലേക്ക് ഇതാ ഒരല്പം കറിവേപ്പില, പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോ ബിങ്കോൻ്റെ പൊട്ടറ്റോ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചിപ്സൊക്കെ വെറുതെ കഴിക്കുന്നതിലും മുട്ടയൊക്കെ ചേർത്തിട്ടൊന്ന് കഴിച്ച് നോക്കൊണ്ടു, നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയ്ക്ക് 2 പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ലേസ് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ, അതിൽ നിന്ന് ഒരു അല്പം കൂടി താത്തിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നമ്മൾ ഈ ലേസൊക്കെ നമ്മൾ ചിലപ്പോൾ വെറുതെ കഴിക്കാറുണ്ടല്ലേ, കുട്ടികൾക്കൊക്കെ അങ്ങനെ വെറുതെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടു. ഇപ്പോൾ എരിയുള്ള ചിപ്സ് ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് അവോയ്ഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കൊണ്ടു. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ടയും ലേസും വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് വെറുതെ കഴിക്കാനായിട്ട് അതേപോലെ തന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.